സുപ്രഭാതം സുഹൃത്തുക്കളെ. മുരുടേശ്വറിൽ നിന്നും ഞാൻ പോന്നത് ഗോകർണത്തേക്കാണ്. ഗോകർണത്തെ മഹാബലേശ്വർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്ന വഴിയാണ് ഇത്. ഗംഗാവല്ലി പുഴയുടെയും അഘനാശിനി പുഴയുടെയും മധ്യത്തിലാണ് ഗോകർണം സ്ഥിതി ചെയ്യുന്നത്. ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട്. എന്നാലും ഇവിടെ തിരക്കിന് കുറവൊന്നുമില്ല. വഴിയുടെ രണ്ടു വശത്തും ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. മിക്കവയും അതിനോട് ചേർന്നുള്ള വീട്ടുടമസ്ഥർ തന്നെ നടത്തുന്ന കടകളും ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെയാണ്. 4-ാം നൂറ്റാണ്ടിൽ കടമ്പ രാജവംശത്തിലെ മയൂരവർമ്മൻ എന്ന രാജാവിനാൽ പണി കഴിപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. മഹാദേവന്റെ ആത്മലിംഗ പ്രതിഷ്ഠയുള്ള ലോകത്തെ ഏക ക്ഷേത്രമാണ് ഇത്. പരമശിവന്റെ പുത്രനായ ഗണപതിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ആത്മലിംഗം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മഹാബലേശ്വർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി മഹാഗണപതി പ്രതിഷ്ഠയോടുകൂടിയ മറ്റൊരു ക്ഷേത്രവുമുണ്ട്. സിദ്ധഗണപതി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ 5 അടി പൊക്കമുള്ളതും ശിരസിൽ ചെറിയൊരു ദ്വാരമുള്ളതുമാണ്. അതിൻ്റെ കഥ പിന്നീട് ഞാൻ പറയാം. ഞാൻ നടന്ന് ക്ഷേത്രത്തിനടുത്തെത്തിയിരിക്കുന്നു. ഇത് മഹാഗണപതി ക്ഷേത്രം. ഈ കാണുന്ന കടകൾക്ക് പിറകിലായി മഹാബലേശ്വർ ക്ഷേത്രവും. അറബിക്കടലിന് അഭിമുഖമായി ഇരിക്കുന്ന ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുവട്ടം മുഴുവൻ ബ്രാഹ്മണ ഭവനങ്ങളും അഗ്രഹാരങ്ങളുമാണ്. ഞാൻ മഹാബലേശ്വർ ക്ഷേത്രത്തിൻ്റെ മതുക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഗണപതിയെ ദർശിച്ചിട്ടു വേണം ശിവനെ കാണാൻ എന്നാണ് പറയുന്നത്. പുരാണങ്ങളിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഇവിടുള്ള ആത്മലിംഗ പ്രതിഷ്ഠയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കാളിദാസന്റെ രഘുവംശത്തിലും ഗോകർണത്തെ പ്രഭുവിനെക്കുറിച്ച് പറയുന്നു. ഇന്ന് നാം കാണുന്ന ധാരാളം ഉപപ്രതിഷ്ഠകളോട് കൂടിയ ഈ ക്ഷേത്ര സമുച്ചയത്തിലെ ഭൂരിഭാഗം നിർമ്മിതികളും 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര കാലഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ഭക്തർക്ക് സ്വയം ആത്മലിംഗത്തെ തൊഴുത് പൂജിക്കാവുന്ന ഒരേയൊരു സ്ഥലവും കൂടിയാണ് ഗോകർണത്തെ മഹാബലേശ്വർ ക്ഷേത്രം. ദൈനംദിന ക്ഷേത്ര നടത്തിപ്പിലെ കാര്യങ്ങൾക്കായും ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സൗകര്യാർത്ഥവും ഇവിടെ ഈ പുരാതന ക്ഷേത്രത്തിനോട് ചേർന്ന് നടപ്പന്തലും മറ്റു പല പുതുനിർമ്മിതികളും നടത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്നുമുള്ള കാഴ്ചയ്ക്കും ഭംഗിക്കും വിഘാതമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. ഈ വലിയ ക്യൂവിൻ്റെ അറ്റം തേടിപ്പോയി ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വച്ചിരിക്കുന്നു. മുണ്ടുടുത്തെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പോയി മുണ്ടുടുത്ത് വീണ്ടും വന്ന് വരിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞാനും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ആരതി അർപ്പിക്കാനായി പൂവും മറ്റു പൂജാതി ദ്രവ്യങ്ങളും വിൽക്കുന്ന ധാരാളം പ്രായമായ സ്ത്രീകളെ ഇവിടെ കാണാം. ഇവരിൽ ഭൂരിഭാഗവും ഈ അമ്മുമ്മയെ പോലെ തദ്ദേശീയരായ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ക്ഷേത്രമൊക്കെ പണിയുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ ഈ ശിവലിംഗത്തെ ആരാധന നടത്തിയിരുന്നത് ദ്രാവിഡ ഗോത്രങ്ങളിൽപ്പെട്ട ഇവരായിരുന്നിരിക്കണം എന്നാണ്. ശ്രീകോവിലിനുള്ളിൽ കയറി ആത്മലിംഗത്തെ തൊഴുതു പുറത്തിറങ്ങി. ശ്രീകോവിലിന് ചുറ്റുമുള്ള കാഴ്ചകളാണിത്. 4-ാം നൂറ്റാണ്ടിൽ കടമ്പ രാജവംശ സ്ഥാപകനായ നരസിംഹവർമ്മന്റെ കാലത്ത് മുൻപുണ്ടായിരുന്ന ശിവലിംഗത്തിന് മുകളിൽ പുതിയ ക്ഷേത്രം പണി കഴിപ്പിച്ചപ്പോൾ പൂജാതി കാര്യങ്ങൾക്കായി ബ്രാഹ്മണരെ പുറത്തുനിന്നും കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചതാണെന്നാണ് ചരിത്രം. മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട്. ശബ്ദം നിങ്ങൾക്ക് കേൾക്കായിരിക്കും. ഇത് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെ ഒരു ചെറിയ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഇത് ഒരു കുളത്തിൻ്റെ അകത്താണ്. വെള്ളത്തിൻ്റെ നടുക്കാണ് ശിവലിംഗം ഇരിക്കുന്നത്. ഇത് വീരഭദ്രൻ്റെ ക്ഷേത്രമാണ്. ഇത് ക്ഷേത്ര സമുച്ചയത്തിനകത്ത് തന്നെ മഹാബലേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ടു പുറകിലായിട്ടുള്ള ഒരു ദേവീക്ഷേത്രവും അതിനോട് ചേർന്നുള്ള ഒരു കുളവുമാണ്. ദേവീക്ഷേത്രത്തിന് ഞാൻ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് കൂടാതെ ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രവും ഉണ്ട്. പ്രദക്ഷിണം വെച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. നേരെ കാണുന്നത് ഞാൻ മുമ്പേ കയറി തൊഴുതിറങ്ങിയ മഹാബലേശ്വർ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഭിത്തിയാണ്. ഗോകർണത്തെ മഹാബലേശ്വർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. മുരുടേശ്വർ ക്ഷേത്രത്തിലെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ പറഞ്ഞിരുന്ന അതേ ഐതിഹ്യം തന്നെയാണ് ഗോകർണത്തെ ക്ഷേത്രത്തിൻ്റെയും. കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥാപിതമാകാൻ കാരണമായത് ഒരേ ഐതിഹ്യപ്രകാരമാണ്. എങ്കിലും ആ കഥ കേൾക്കാത്തവർക്കായി ഇവിടെ ഒന്നുകൂടി പറയാം. വലിയ ശിവഭക്തയായിരുന്നു രാവണൻ്റെ മാതാവായ കൈകസി. രാവണൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം കൈകസിയുടെ ശിവ ആരാധനയായിരുന്നു. ഇതിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ അവർ നിത്യവും പൂജ ചെയ്തിരുന്ന ശിവലിംഗം മോഷ്ടിച്ച് കടലിലെറിഞ്ഞു. ദുഃഖിതയായ കൈകസി നിരാഹാരവ്രതം ആരംഭിച്ചു. രാവണൻ അമ്മയുടെ അടുത്തെത്തി പറഞ്ഞു, മാതാവേ, അവിടുത്തേക്കായി ഞാൻ ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പോവുകയാണ്. സാക്ഷാൽ മഹാദേവന്റെ പക്കലുള്ള ആത്മലിംഗം തന്നെ ഞാൻ അമ്മയ്ക്കായി കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഇപ്രകാരം പറഞ്ഞ് അയാൾ കൈലാസത്തിലേക്ക് യാത്രയായി. കൈലാസത്തിലെത്തി ശിവനെ പ്രത്യക്ഷപ്പെടുത്താനായി അതിഘോരമായ തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ 10 തലകൾ ഓരോന്നായി അറുത്തെറിഞ്ഞ രാവണൻ കുടൽമാല കൊണ്ട് ഭഗവാന് മാലയുണ്ടാക്കി. രാവണന്റെ നിഷ്ഠയിലും തപസ്സിലും സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അയാളുടെ ആഗ്രഹം പോലെ തന്നെ ആത്മലിംഗം നൽകി. അപ്പോൾ രാവണൻ ഒന്നുകൂടി ആവശ്യപ്പെട്ടു, ഈ ശിവലിംഗം ആരാലും മോഷ്ടിക്കപ്പെടാൻ ഇടയാകരുത് എന്ന്. ഉടൻ മഹാദേവൻ ഇങ്ങനെ അനുഗ്രഹിച്ചു, ഇത് എവിടെ ആദ്യമായി തറയിൽ വയ്ക്കുന്നോ അവിടെ നിന്നും ഇതിളക്കാൻ പിന്നെ ആരാലും സാധിക്കുകയില്ല എന്ന്. സന്തുഷ്ടനായ രാവണൻ കൈലാസത്തിൽ നിന്നും ആത്മലിംഗവുമായി ലങ്കയിലേക്ക് യാത്രയായി. ഇവിടെയുള്ള ബ്രാഹ്മണ ഭവനങ്ങളുടെയും അഗ്രഹാരങ്ങളുടെയും ഒക്കെ നടുവിലൂടെയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടി ഞാൻ കോടിതീർത്ഥം കാണാനായിട്ട് പോവുകയാണ്. ഇവിടെയുള്ള ഈ ബ്രാഹ്മണ ഭവനങ്ങളൊക്കെ വളരെ പുരാതനമാണ്, പലതും നല്ല ഭംഗിയാണ്. ചിലതിൻ്റെയൊക്കെ മുൻഭാഗങ്ങളിലൊക്കെ ചെറിയ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലും ചെറിയ കുളങ്ങളും കാവുകളും സർപ്പസങ്കേതങ്ങളും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമാണ് ഈ വീടുകളൊക്കെ കാണാനായിട്ട്. പല വീടുകളുടെയും ഉള്ളിലാണ് ഗോശാലകൾ ഉള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ ആ കഥയൊന്ന് തുടരാം. ഈ കാണുന്നത് ഒരു ഗോശാലയാണ്. ആത്മലിംഗവുമായി ലങ്കയിലെത്തി അതിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ രാവണൻ അജയ്യനും അമരനുമാകുമെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ഇത് തടയാൻ ഗണപതിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഗോകർണത്തിന് സമീപമെത്തിയിരുന്നു രാവണൻ. നമ്മൾ പ്രസിദ്ധമായ കോടിതീർത്ഥത്തിന് സമീപത്തെത്തിയിരിക്കുന്നു. ഈ കാണുന്നതാണ് കോടിതീർത്ഥം. ഇവിടെ ഒത്തിരി പേരൊക്കെ ബലി അർപ്പിക്കുന്നൊക്കെയുണ്ട് മരിച്ചവരുടെ ആത്മശാന്തിക്കായിട്ട്. നമ്മുടെ കഥ തുടരുകയാണ്. പെട്ടെന്ന് തന്നെ മഹാവിഷ്ണു മായയാൽ സൂര്യനെ മറച്ചു. സന്ധ്യാവന്ദനം ഒരിക്കലും മുടക്കാറില്ലാത്ത രാവണൻ ഇന്നത്തെ ഗോകർണത്തുള്ള കടൽ തീരത്ത് വെച്ച് സന്ധ്യാവന്ദനം ചെയ്യാൻ തീരുമാനിച്ചു. തൻ്റെ കയ്യിലുള്ള ആത്മലിംഗം താഴെ വയ്ക്കാൻ സാധിക്കുകയില്ല. അത് ആരെ ഏൽപ്പിക്കും എന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ ഗോക്കളെ മേയിച്ച് അതുവഴി എത്തി. അത് തന്നെ കബളിപ്പിക്കാനെത്തിയ ഗണപതി ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാതെ രാവണൻ ആ ബാലനോട് ആരാഞ്ഞു, ഹേ ബ്രാഹ്മണകുമാര, ഞാൻ സന്ധ്യാവന്ദനം ചെയ്തു വരും വരെ അവിടുന്ന് ഈ ആത്മലിംഗം താഴെ വയ്ക്കാതെ കയ്യിൽ തന്നെ ഒന്ന് പിടിക്കാമോ എന്ന്. അത് സമ്മതിച്ച ബാലകനോട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, അഥവാ താഴെ വെക്കേണ്ടതായ സാഹചര്യം വന്നാൽ അതിനു മുന്നേ രാവണ എന്ന് എന്നെ 3 തവണ പേർ ചൊല്ലി വിളിച്ചാൽ ഞാൻ ഓടിയെത്തി ഇത് തിരികെ വാങ്ങിക്കൊള്ളാം എന്നുകൂടി. കുറച്ചു കഴിഞ്ഞ് ബ്രാഹ്മണൻ അതിവേഗത്തിൽ 3 തവണ രാവണ 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 എന്ന് വിളിച്ച് ആ ശിവലിംഗം താഴെ കടൽ തീരത്ത് വെച്ചു. അതോടെ അതവിടെ ഉറച്ചുപോയി. രാവണൻ ഓടിയെത്തിയപ്പോഴേക്കും ഗോക്കളുമായി ഓടിമറയുന്ന ബ്രാഹ്മണ ബാലനെയാണ് കണ്ടത്. ക്രുദ്ധനായ രാവണൻ പിറകെ ഓടിച്ചെന്ന് കൈകൊണ്ട് ബാലന്റെ തലക്കടിച്ചു. എങ്കിലും ബാലനെ പിടിക്കാൻ സാധിച്ചില്ല. ഭൂമിക്കടിയിലേക്ക് മറയുകയായിരുന്ന പൈക്കളിൽ ഒന്നിൻ്റെ ചെവിയിൽ പിടികിട്ടി.
രാവണൻ പശുവിൻ്റെ ചെവിയിൽ പിടിച്ചതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗോകർണം എന്നു പേര് വന്നത്. സംസ്കൃതത്തിൽ ഗോ എന്നാൽ പശു എന്നും കർണം എന്നാൽ ചെവി എന്നുമാണ് അർത്ഥം. ഇവിടുത്തെ സിദ്ധഗണപതിയുടെ ശിരസിൽ ഒരു ദ്വാരമുണ്ട് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ശിരസിൽ രാവണന്റെ അടി കിട്ടിയതിനാൽ ഉണ്ടായതാണത്. രാവണൻ പലതവണ ശിവലിംഗം ആ കടൽ തീരത്തു നിന്നും ഇളക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. ബലപ്രയോഗത്തിൽ ശിവലിംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു പോന്നു. അതയാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. നമ്മൾ ഗോകർണത്തെ കടൽ തീരത്തെത്തിയിരിക്കുന്നു. ഇത് ശങ്കരാചാര്യരുടെ പ്രതിമയാണ്. ഇതാണ് കടൽ തീരം. നല്ല രസമാണ് കാണാൻ. സന്ധ്യയായി തുടങ്ങി. ഒത്തിരി ആൾക്കാർ ഇറങ്ങി വെള്ളത്തിലിറങ്ങി കുളിക്കുന്നൊക്കെയുണ്ട്. ശിവലിംഗം പൊതിഞ്ഞിരുന്ന തുണി വന്നു വീണിടമാണ് മൃഡേശ്വർ എന്ന മുരുടേശ്വർ ആയത്. ശിവലിംഗത്തിൻ്റെ കഷ്ണങ്ങൾ വന്നു പതിച്ചിടം യഥാക്രമം സജ്ജേശ്വർ, ധരേശ്വർ, ഗുൺവന്തേ എന്ന് ഇന്നറിയപ്പെടുന്ന ഗുൺവന്തേശ്വർ എന്നിവിടങ്ങളായിരുന്നു. അവിടെ എല്ലാം ഇന്ന് പ്രസിദ്ധമായ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രങ്ങളുണ്ട്. ഇവയെല്ലാം ഒരേ ദിവസം ചെന്ന് ദർശനം നടത്തുന്നത് മോക്ഷദായകമാണ് എന്നാണ് ഭക്തർക്കിടയിലെ വിശ്വാസം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗോകർണം മറ്റൊരു തരത്തിൽ കൂടി വിശേഷപ്പെട്ടതാണ്. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളം എന്നാണ് ഐതിഹ്യം. പരശുരാമൻ ഈ കാണുന്ന ഗോകർണം കടൽ തീരത്ത് നിന്നും എറിഞ്ഞ മഴു കന്യാകുമാരിയിൽ വന്ന് വീഴുകയും അങ്ങനെ കേരളം ഉണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത്. ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. നന്നായി മഴയും പെയ്യുന്നുണ്ട്. ഗോകർണത്തെ കാഴ്ചകളും ഏതാണ്ടൊക്കെ പൂർണ്ണമായിരിക്കുന്നു. ഞാൻ പതുക്കെ റൂമിലേക്ക് മടങ്ങുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. നന്ദി. ശുഭയാത്ര.